ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അപ്പോ സോഷ്യൽ മീഡിയ വാഴുന്ന കാലമാണിപ്പോ. അതുകൊണ്ട് തന്നെ അവരില്ലാതെ നമുക്ക് എന്ത് ആഘോഷം അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട 3 സോഷ്യൽ മീഡിയ താരങ്ങളെ ഒറ്റ ഫ്രെയിമിൽ ഈ ക്രിസ്മസിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനെന്ന് ഈ കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചപ്പിനുള്ളിൽ നിൽക്കുന്നതെന്ന്. അതും ഒരു സർപ്രൈസ് ആണ്, ഒരു സസ്പെൻസ് ആണ്. കാണാം അവരെ. അപ്പൊ ക്രിസ്മസ് ആയിട്ട് ഈ വഴി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. തൃശ്ശൂർ കൊരട്ടിയിലാണുള്ളത്. അതിനൊരു പ്രത്യേക റീസൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഗസ്റ്റിനെ കാണിച്ചു തരാം. നമ്മൾ എന്തായാലും ആ കപ്പത്തോട്ടത്തിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് അവരുള്ളത്. പോയാലോ? ബാ. അപ്പൊ നമുക്ക് ആ കപ്പക്കാലയിലോട്ട് എത്തണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൂടെ നടക്കണം. രസമല്ലേ? നമുക്ക് പോയാലോ? ചെരുപ്പൊക്കെ ഷൂസൊക്കെ ഊരണം, ഇച്ചിരി ഒന്ന് പൊക്കണം. ഓക്കെ, ഞാൻ റെഡിയാണ്. അപ്പോൾ ക്രിസ്മസ് അല്ലേ, നമുക്ക് കുറച്ച് എൻജോയ്മെൻ്റ് ആവും. ഓക്കെ, വരൂ. ഇത് നമ്മൾ എന്നാ ശീലമേ പരിപാടി? നമുക്കേ കപ്പ അങ്ങ് പറിച്ച് പുഴുങ്ങാം. താറാവും അപ്പാസും. കപ്പയില്ലാത്ത പരിപാടിയില്ല. പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ കുപ്പായൊക്കെ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയാം. ചേച്ചി ഉടുപ്പിട്ടോണ്ട് അപ്പൊ കുറച്ച് ലേറ്റ് ആയെങ്കിൽ ഞാൻ എത്തി. അപ്പൊ ഇനി കപ്പ കൂടുതൽ ഞാൻ പറഞ്ഞ ആളുകളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസ് നമ്മൾ പൊളിക്കുമല്ലേ? വെച്ചു. ഇനിയിപ്പോ ഒരു മൂടും കൂടി പറിക്കാം. കപ്പയാണ് ചേച്ചി, കപ്പയാണ് പ്രധാനം നമ്മുടെ. അതോ അല്ല, അനിയമ്മയുടെ സ്പെഷ്യൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാലുണ്ടല്ലോ അത് ബോറാകും. എന്നാലും ഞാൻ പറയാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷീന മോളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട അനിയമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട ബിൻസി ജെയിംസ്, ഇവര് മൂന്ന് പേരും ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നേ അല്ലേ? അപ്പൊ ആ ക്രെഡിറ്റ് എനിക്കുള്ളതാണ്. ഓക്കെ, അത് ഞാൻ ഇനി എടുക്കുവാ. അപ്പൊ നിങ്ങളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലേ? പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്രയും ആരാധകരെ ഞങ്ങൾ ഇങ്ങ് എടുക്കുവാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ക്രിസ്മസിന് പൊളിച്ച് അവർക്കൊരു ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങ് പോകാം. നിങ്ങൾ പറയാത്ത കാര്യമൊക്കെ പറയണം കേട്ടോ. എല്ലാം കപ്പ വെട്ടാഞ്ഞിട്ട് ചേച്ചി ഈ ഉടുപ്പൊക്കെ ഇട്ട് കപ്പ വെട്ടുന്ന ആദ്യമായിട്ടായിരിക്കും. അപ്പൊ പറിക്കാം കപ്പ. ഞാൻ സഹായിക്കണോ? ചെറുതായിട്ട് നാട്ടി നോക്കാം നമുക്ക്. കണ്ടത്തിന്റെ കപ്പയല്ലേ, വേഗം പറിക്കും. ഞാൻ നോക്കിയിരിക്കുന്നേ. കൂടി പൊക്കണോടി. ആട്ടുന്ന എങ്ങനെയാ ചേച്ചി ആട്ടുന്ന? ഇതില് കിഴങ്ങ് കൂടുതലുണ്ടായിരിക്കും. അടിക്കായല്ലേ? ഓ അങ്ങനാണ്. ഓ ശരി ശരി. കപ്പ പറിക്കുന്നതിന് രീതി ഉണ്ട്, മനസ്സിലായല്ലോ. നമുക്ക് പറിക്കാൻ അറിയാൻ മേലല്ല ഷീനമ്മേ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ പറയരുത് ഞാൻ കൊരട്ടിയിലാ ഉള്ളത്. അത് എന്നാ കാര്യമെന്ന് ഞാൻ പറയാന്ന് പറയാം. കാരണം ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ ഇവർക്ക് എവിടെ ചെന്നാലും ഫോളോവേഴ്സ് ഇഷ്ടം പോലാന്ന്. നമ്മളെ പോലൊന്നും അല്ല. ഇവർക്ക് റൂം ഒന്നും വാടകയ്ക്കൊന്നും എടുക്കണ്ടെന്ന്, സ്ഥലമൊക്കെ അവർക്കും കൊടുക്കും അവര്. അപ്പൊ നമ്മൾ അതുപോലെ ഇങ്ങനെ ഇവരെയൊക്കെ ഇവിടെ കാണാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഇവരുടെ ഒരു ഫോളോവർ രാഗൻ ചേച്ചിയാണ് കൊരട്ടിയിലുള്ളത്. രാഗൻ ചേച്ചി ഫാമിലി ഞങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ സെറ്റ് ആക്കി തന്നു. ഈ ഇത് തീരുന്നതിന് മുമ്പ് രാഗൻ ചേച്ചിയെ ഞങ്ങളൊന്ന് കൊണ്ടുവരും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് ഇവിടാണ്, അവരുടെ പറമ്പിലാണ് നമ്മളിപ്പോ കപ്പ പറിക്കുന്നത്. അതിനുശേഷം നമ്മൾ താറാവ് മപ്പാസ്, ആനിയമ്മ സ്പെഷ്യൽ, എല്ലാരും കൂടെ സ്പെഷ്യല് സ്വന്തമായിട്ട് പണിയെടുപ്പിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും കൂടെ സ്പെഷ്യൽ. എന്തായാലും നമുക്ക് കപ്പ കഴുകി, കപ്പ എന്നാ രണ്ടും മുഴുങ്ങുവാണോ? ഇതൊരു കാര്യം ചെയ്താലോ? നമ്മളിത് എവിടുന്നാ കഴുകുന്നേ? നമുക്കവിടെ കാനയുണ്ട്, കൊല്ലിച്ചാല. നിങ്ങളുടെ അവിടെ കൊല്ലിച്ചാല എന്നാണോ പറയുന്നത്? ഇവര് 3 ജില്ലക്കാരാണ്, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി. അപ്പൊ 3 ഭാഷ, 3 സ്ലാങ് കേൾക്കാം നമുക്ക്. ഞങ്ങളുടെ അവിടെ കാനെന്നാ പറയുന്നത്. ഞങ്ങള് കാനാന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കഴുകാം. അതെ, ആദ്യമായിട്ടായിരിക്കുമല്ലേ യൂണിഫോം ഇട്ട്. പക്ഷെ നമുക്കൊരു ക്രിസ്മസ് ഫീൽ കിട്ടണ്ടേന്നേ. കണ്ടോണ്ടിരിക്കുന്നവർക്ക് നിങ്ങളെപ്പോഴും അങ്ങനല്ലേ നിങ്ങളെ കണ്ടേക്കുന്നേ. ഞങ്ങളെ ആരും കണ്ടില്ല. നല്ലപോലെ വന്നപ്പോ കപ്പയും പറിപ്പിച്ചല്ലേ? അതാ
ക്രിസ്മസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ? എന്നാ ക്രിസ്മസ് ശരിക്കും ഞങ്ങളുടെ അവിടെയേ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. ഈ വർഷമാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കണം എന്നുള്ളൊരു പ്ലാനിലിരിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോഴല്ലേ സ്ഥലമൊക്കെ മേടിച്ച് അങ്ങോട്ടേക്ക് പോയത്. നമ്മളെല്ലാരും ചെളിക്കകത്ത് ഇറങ്ങുന്നവരാണല്ലോ അല്ലേ? അതെ അതെ. അശ്വതി ഒന്ന് പോകുന്നതിന് മുന്നേ നമുക്ക് ചെളിക്കകത്ത് ഉരുട്ടി വിടും. മിക്കവാറും. വേഗം നടക്കരുത്, കൊറേ നേരമായി. എന്നിട്ട് എന്നാ ഉണ്ട് കയ്യില്? ഈ കപ്പ പറിക്കലൊക്കെ ഇത്രയും പാടാന്ന് എനിക്കറിയത്തില്ല. കപ്പ കഴുകാനായിരുന്നു എന്റെ ഷീനാമ്മ ഇത്രയും നാളും കഴുകിയിട്ടുണ്ടെങ്കിലും അല്ലേ എന്നാ നിങ്ങളുടെ കൂടെ എന്നാ പറയുന്നത്? ചെറിയൊരു ചാല് അല്ലല്ലോ, വേറെ ഏതാണ്ട് പേര്. ഷൂ ഇട്ട് വന്നേക്കുവാ. ഇറങ്ങൂല, ഇറങ്ങത്തില്ല. നല്ല ഉടുപ്പാട്ടോ. അതുകൊണ്ടല്ലേ ഇറങ്ങാതെ അങ്ങോട്ട് കഴിക്കും. അപ്പൊ നമുക്ക് ഇതും കൂടി കൊത്തി അങ്ങനെ അല്ലേ? ഞാനേ ഇത് ഇത്രയൊരു ആംബിയൻസ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല നമുക്ക് ഇങ്ങനെ കപ്പ കഴുകുന്നതൊക്കെ എന്റെ പൈപ്പിൻ ചോട്ടി കപ്പ കഴുകുന്നായിരുന്നു എന്റെ മനസ്സിലെ. പക്ഷെ ഇതെല്ലാം ഗംഭീരമായില്ലേ? പൈപ്പ് കൂടി കഴിയാൻ ഇത്ര ക്ലീനാവില്ലല്ലോ. ആ ശരി, അത് കേട്ടോ, കഴുകാൻ ആളും. ഒറ്റയ്ക്കങ്ങ് കഴിക്കുവാണ്. എനിക്ക് തരണേ. അയ്യോ ഞണ്ട് ഞണ്ട്. ചെണ്ട പുഴുങ്ങിയാ പോരെ? നല്ല ഒന്നാന്തരം കപ്പിയാട്ടോ. പിന്നെ അല്ല, എന്റെ അഭിപ്രായത്തിലേ എന്നും നമ്മളല്ലേ ചെയ്യുന്നേ, നമ്മൾ അശ്വതി കൊണ്ട് ചെയ്യിക്കേണ്ടതായിരുന്നു. നമ്മള് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നമ്മളൊരു ജാതിക്ക തോട്ടത്തിലാണ് ഗൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജാതിക്ക കഴിക്കുവാണ്. മാറ്റി ഞാൻ പറഞ്ഞപ്പോ വേഗം രൂപവും കോലമൊക്കെ മാറി. നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു രസം. എന്റെ ഷീനാമ്മ അതെല്ലാം വെട്ടി കൂട്ടണ്ട, അത്രയും വേണ്ട നമുക്ക്. അയ്യോ കപ്പയാണോ എന്റെ ചേച്ചി? അതാ ഷീനാമ്മക്ക് അങ്ങോ കപ്പ. എനിക്ക് കപ്പ പുഴുങ്ങിയ 3 നേരം കപ്പ തീറ്റയാ. ആണോ? അപ്പൊ എക്സസൈസ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലേ? പുഴുങ്ങിയാല് 3 നേരം. പക്ഷെ നിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് പലഹാരങ്ങളാണ് ഇഷ്ടം. പലഹാരങ്ങളോ? പലഹാരം എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പവും ഇഡലിയൊക്കെ ഇതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് രാവിലെ ഇച്ചിരി കഞ്ഞി വേണം, ഇല്ല ചക്കപ്പുഴുക്കോ കപ്പപ്പുഴുക്കോ വേണം. അതൊക്കെ എന്നും കഴിക്കാൻ പറ്റുന്നതന്നെ എന്നെ ഭാഗ്യമാണ്. അതെ അതെ. ഞങ്ങൾക്കൊക്കെ കപ്പ വാങ്ങിച്ചല്ലേ കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് നേരെ പോകും. ഞങ്ങൾക്കും പണ്ട് എങ്ങനെയായിരുന്നു, എങ്ങനെ പറിച്ചൊക്കെ ഞങ്ങൾ പറിച്ച് പുഴുങ്ങിത്തിനുമായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങളുടെ കൃഷിക്കാരെ സംബന്ധിച്ച് പന്നിയുടെ ശല്യം കൊണ്ട്, കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്കിപ്പം ശരിക്കും പറമ്പിൽ നട്ടിട്ട് പറിച്ച് തിന്നാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പൊ ഗ്രോ ബാഗിലേക്ക് ആശ്രയിച്ച് മിറ്റത്തും അടുക്കള വശത്തും എല്ലാം കൊണ്ടുവച്ച് ഞങ്ങളിപ്പോ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കേട്ടോ. അല്ല മീൻസ് ഗ്രോ ബാഗിലോ? പന്നി, അതുപോലെ മയില്. പണ്ടൊക്കെ മയിൽ പന്നിയുടെ കാര്യം പറഞ്ഞപ്പോ പന്നിയെ ഓടിക്കാൻ ഒരു തോക്കൊക്കെ ഉണ്ടാക്കിയ ആളാട്ടോ. പരീക്ഷണത്തിന്റെ രാജകുമാരി. എനിക്ക് തോന്നി പന്നിക്കൊക്കെ ഇപ്പൊ മനസ്സിലായി സർക്കാർ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന്. അതുകൊണ്ടാ പണ്ടേ കൊല്ലാന്നുണ്ടായിരുന്നപ്പോ ഇതൊന്നും പുറത്തു വരുന്നില്ലായിരുന്നു. രാത്രിയിലൊക്കെ മുറ്റത്തോടെ എത്ര അത് അറിഞ്ഞു കാണുമെന്നല്ലേ? ആദ്യമായിട്ട് ക്രിസ്മസ് എങ്ങനെയാ? എനിക്കങ്ങനെ പിള്ളേരെല്ലാം വരുമല്ലോ, അപ്പൊ ഒരു സന്തോഷം. എന്നാലും നമ്മള് ഈ കർഷകരായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വലിയ സംഭവം. അങ്ങനൊന്നും ഇല്ലല്ലേ? ഒരു പിള്ളേരുള്ളതുകൊണ്ട് അവര് കരോളും നമ്മുടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒന്നെങ്കിൽ പാതിര കുർബാന. ഇപ്പൊ പിള്ളേരുള്ളതുകൊണ്ട് എല്ലാം പാതിര കുർബാനക്ക് പോകണം, അവർക്ക് ഇഷ്ടം. ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ വന്നിട്ട് കഴിഞ്ഞ ദിവസം വാഴക്കാടെ തൊണ്ടുകൊണ്ട് അപ്പവും കറിയൊക്കെ, കപ്പത്തൊണ്ട് കൂടെ എടുത്ത് കൊടുക്ക. അപ്പവും കറി ഉണ്ടാക്കും. അപ്പൊ ക്രിസ്മസ് ആയിട്ട് കപ്പ നമ്മുടെ സൈഡ് ഡിഷ് ആണ്. നമ്മുടെ മെയിൻ സാധനം ആനിയമ്മ സ്പെഷ്യൽ ആനിയമ്മയുടെ ഒരു ഭാഗ്യം കണ്ടോ, നമ്മൾ എത്ര പേരല്ലേ. താറാവ് മപ്പാസ് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ പറയണം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തരാം. അപ്പൊ ഇത് ആര് ആനിയമ്മയെ പഠിപ്പിച്ച് താറാവ് മപ്പാസ് ഉണ്ടാക്കാൻ? ഇത് എല്ലാ വീട്ടിലും ഉണ്ടാക്കണല്ലേ എല്ലാ ക്രിസ്മസിനും. ഒന്നെങ്കിൽ മട്ടൺ അല്ലെങ്കിൽ താറാവ്. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ആനിയമ്മയുടെ മപ്പാസിന്? ഇല്ല, കൈ എന്തേലും ഉണ്ട്. ചില സാധനങ്ങൾ ഉണ്ടാക്കി കണ്ട് ഞാൻ പഠിച്ചേക്കുന്ന അത്രേ ഉള്ളൂ. ഇപ്പൊ 91 വയസ്സായി. ഇത് ഇച്ചിരി പട്ടയും പെരിഞ്ചീരകവും ഏലക്കയും ഗ്രാമ്പും
നല്ലോണം ചൂടായിട്ടുണ്ട്. അതുപോലെ ചൂടായി. അതെ, അത് ചുമ്മാ ഒന്ന് പൊട്ടിക്കാനെടുത്ത. മിൻസി ചേച്ചിയോട് നമ്മള് കുക്കിങ്ങിന്റെ കാര്യം മിൻസി ചേച്ചി പറഞ്ഞു ഞാനൊരു വലിയ കുക്കൊന്നുമല്ല, അതെ, തട്ടിക്കൂട്ട് പരിപാടികളാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്രിസ്മസിന് എങ്ങനെ തട്ടിക്കൂട്ടുന്നത്? ഞങ്ങൾക്ക് ക്രിസ്തുമസ് ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒന്നും ഇല്ലായിരുന്നു. അല്ല, നമ്മൾ ഓരോ സ്ഥലം പാട്ടത്തിനടുത്ത് അവിടെ ഇവിടേക്കല്ലേ താമസിക്കുന്നത്. അപ്പൊ കുഞ്ഞ് ഷെഡില്ല, ഒരു 2 ഷീറ്റ് ചാരി വെച്ചാൽ നമ്മുടെ വീടാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ അതിനകത്തൊന്നും നമുക്ക് ആഘോഷിക്കാൻ അങ്ങനെ തോന്നത്തില്ല. ഇപ്പൊ മാറിയില്ലേ? ഇപ്പൊ പിന്നെ എന്നിട്ടോ ഇപ്പൊ ഈ വർഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പ്ലാനിങ് ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇന്നലെ പറപറയാനിടുവാണല്ലോ, ഇട്ടേക്കോ? ഈ ഉള്ളി വഴന്നു വരുന്നു വേണ്ട. അപ്പാസ് പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി, പെട്ടെന്ന് തീരും. ഈ ചീനമോള് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ്സിന്റെ ആളാണല്ലോ. ഈ അതിനോടുള്ള ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെ നമ്മുടെ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും ആളുകൾ? എന്നെ സംബന്ധിച്ച് ഞാൻ കൃഷിയിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഷേപ്പിങ്ങിന്റെ പണിയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. പെയിന്റിങ് തൊട്ട് ഞാൻ എനിക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യും. ഒരു വീഡിയോ കണ്ടായിരുന്നോ, 800 വണ്ടിയുടെ അടിയിൽ കയറി ഇരുന്നുകൊണ്ട് പറയാതെ എങ്ങനെയായിരുന്നു അതിന്റെ അങ്ങനെയല്ല, ഏത് കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള എല്ലാ കാര്യങ്ങളും സാധാരണ പെണ്ണുങ്ങളെല്ലാത്തിനും അങ്ങനത്തെ കാര്യങ്ങൾ പൊതുവെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും അത് ചെയ്യാം. അത് 4 പേര് കാണുമ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ ഒരു തോന്നലുണ്ടാവില്ല. അതായത് ഒരാണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങൾ ചീനമ്മോടെ അല്ല എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. പക്ഷെ ചേട്ടൻ കേൾക്കാതെ ഞാനൊരു രഹസ്യം പറയാതെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ താഴെ ഞാനൊരു കമന്റ് നോക്കി പോയിരുന്നു. അപ്പൊ ഒരാൾ ഇട്ടേക്കോ ഇതുപോലൊരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ കണ്ടായിരുന്നോ കമന്റ്? അങ്ങനെ കമന്റ് അടിക്കുന്നവരൊക്കെ ഉണ്ട്. അത് വായിച്ച് കുളിര് പോരാറുണ്ടോ? അങ്ങനെ കമന്റ്സ് പൊതുവേ ഇല്ല. പിന്നെ ഈ പറയുന്നത് അത് എനിക്ക് ഏറ്റവും എന്റെ വീഡിയോ റീച്ച് ആവുന്നതെന്ന് പറഞ്ഞാല് ഞാനൊരു 3 മണി 3:30 ആകുമ്പോൾ കാരണം ചേട്ടായിക്ക് കർണാടകയിൽ ഇഞ്ചി കൃഷിയാണ്. അപ്പൊ ഒരു 3:30 ആകുമ്പോ അല്ല 3 മണി 3:30 ആകുമ്പോഴത്തേനും ഞാൻ ടാപ്പിങ്ങിന് പോകും, തനിയെ പോകും. അപ്പൊ അതില് അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്, പന്നിയൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാവില്ല. പേടിയെന്നുള്ളൊരു സംഭവം നമ്മക്കില്ല, അല്ല വിൻസി ചേച്ചി? ശീലവാ. പണ്ടൊക്കെ പണ്ടൊക്കെ പാമ്പിനെയൊക്കെ കാണുമ്പോ ഇങ്ങനെ പേടിച്ചോടുമായിരുന്നേ. അത് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു പശുക്കൂട് പോലുള്ള സ്ഥലത്താണ് താമസിച്ചത്. അപ്പം അങ്ങോട്ട് ഇറങ്ങിയാലും ഇങ്ങോട്ട് ഇറങ്ങിയാലും എല്ലാം പാമ്പാ, കാരണം വലിയൊരു കാട്. ഒരാഴ്ച തല ചെയ്തിട്ട് മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഷീറ്റിന്റെ ഇടയ്ക്കൂടെ പാമ്പ് ഇങ്ങനെ തല പൊക്കിയൊക്കെ നോക്കുന്നതൊക്കെ. ഇപ്പൊ അതുകൊണ്ട് പാമ്പിനെ ഒന്നും കണ്ടാൽ പേടിയേ ഇല്ല. അതാണ്, അത് തന്നെയാണ് ഷീനാമ്മയ്ക്കും. ഞാനൊരു പണിയും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇളക്കൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ബിന്ദു ചേച്ചിയുടെ പരാതിയായിരുന്നു, അശ്വതി ഒന്നും ചെയ്യുന്നില്ല. അശ്വതി വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യും? ഞാൻ എന്തൊക്കെ ചെയ്യോ, ചെയ്യാത്ത പണി അതിച്ചിരി മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി മിക്സ് ചെയ്താട്ടോ ഒഴിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇടുവല്ല ചെയ്തേ. മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇത്ര ഇട്ട് ഇത് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഉള്ളിയിലോട്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അരി പിടിക്കുമല്ലോ, നല്ലതായിട്ട് വെക്കണം അല്ലേ? അപ്പൊ ഇനി എണ്ണ ഒഴിക്കാൻ പറ്റത്തില്ല? ഇല്ല, എണ്ണ വെക്കണ്ട. ആര്യമ്മയോട് ചോദിക്കാനുള്ള കാര്യം നമ്മൾ ഇടയ്ക്ക് സൈലന്റ് ആയി താറാവിനിട്ടേച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചേച്ച് പറയാം. അന്ന് ആര്യമ്മയുടെ കോൺസെൻട്രേഷൻ അവിടെ നിൽക്കട്ടെ. ബിൻസി ചേച്ചി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ പേടിയൊന്നുമില്ല. അതെ, അല്ല പാമ്പിനെ പറഞ്ഞപ്പോ ഉണ്ണിനെ ഇപ്പൊ പേടി. അതെ, ഓരോ മനുഷ്യരുടെയും പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവൻ മാറുന്നത്. അതാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ എന്റെ കാര്യമാണല്ലോ ഷീനാമ്മയുടെ കാര്യമാണല്ലോ ഇങ്ങനെയൊക്കെ മാറി വരാൻ കാരണം. നമുക്കൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞിരുന്നാലൊന്നും പറ്റത്തില്ല അല്ലേ? ഞങ്ങളെ കണ്ട ഇപ്പൊ ഞാനൊരു മനുഷ്യനെ കണ്ടാൽ പേടിച്ചിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതെ മാറിപ്പോകുന്ന ഒരാളായിരുന്നു. ഇപ്പൊ 1000 പേരുള്ള ഒരു വേദിയിൽ കൊണ്ട് നിർത്തിയാലും നിസ്സാരമായിട്ട് സംസാരിക്കും. ചേച്ചി അതുപോലെ തന്നെ മിൻസി ചേച്ചി എഴുതുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും. ഞാൻ ജീവിതമായിരുന്നു, അതുകൊണ്ടാണ് അത്രയും. അത് കുറെ ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി എഴുത്ത് നന്നായി എഴുതുന്നുണ്ട് എന്നൊക്കെ കമന്റില് വരാറുണ്ട്. ഇട്ടിട്ട് പാന തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മിണ്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകും. എന്നാന്ന് വെച്ചാൽ പഴി കേൾക്കേണ്ടി വരും. സ്പെഷ്യൽ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മള് കുക്ക് ചെയ്യുമ്പോ വേറെ 100 മണിക്ക് പോയാ ഇത് കരിഞ്ഞു പോകും. അത് കഴിഞ്ഞു
ഈ കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ആനിയമ്മയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം വീഡിയോസിൽ കൂടുതൽ ഞാനിങ്ങനെ ചോദിക്കായിരുന്നു എങ്ങനെ ഇത് സാധിക്കും. കാരണം എന്തൊക്കെ സാധനങ്ങളാണ്. എന്റെ വല്യമ്മയുടെ പരിപാടിയാ. ഇറച്ചി ഉണക്കുന്നു, ഇടിയിറച്ചി ഉണ്ടാക്കുന്നു, മാങ്ങാത്തര ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ ഭയങ്കര ക്ഷമ വേണ്ട സാധനങ്ങളല്ലേ. മാങ്ങാത്തരക്ക് 28 ദിവസം വേണം. 28 ദിവസം. അയ്യോ, അത് ഒരച്ചരച്ച് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ. ABC പൗഡർ ABC പൗഡർ ഇപ്പൊ ഭയങ്കരമായിട്ട് ഒത്തിരി ആൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഈ ABC പൗഡർ ഇങ്ങനെയും കഴിക്കാവോ? ശരിക്കും നമ്മൾ ബൂസ്റ്റിന്റെ പൗഡർ ഇല്ലേ അതുപോലെ തന്നെയാണ്. ഒന്നുമില്ല, ആപ്പിളും ബീറ്റ്റൂട്ടും ക്യാരറ്റും നട്ട്സും ഇട്ടിട്ട് നമ്മൾ മധുരത്തിന് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു പൗഡർ. അതാണ് ABC പൗഡർ. അപ്പൊ അറിയാത്തവർക്കായിട്ട് നമ്മൾ പറയുകയാണ്. ABC ജ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ആനിയമ്മ സ്പെഷ്യൽ ABC പൗഡർ ഉണ്ട്. അതുപോലെ നമുക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ട് ആനിയമ്മ? സീസണൽ അല്ലാത്തത് 7 സീസണൽ അല്ലാത്തത്. സീസണിലാകുമ്പോൾ മാങ്ങാത്തല, ചക്കത്തല, ചക്കവരട്ടി അങ്ങനെ. ചക്കയുടെ പരിപാടി ഒരു രക്ഷയില്ല. ചക്ക ഞാൻ ഇത്രയും ചക്ക അയ്യോ അവസാനം നമ്മുടെ അവസാനത്തെ ചക്കയാണെന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ വീഡിയോ. നമ്മള് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇതാണ് അതിന്റെ അവസാനത്തെ സ്റ്റെപ്പ്. അല്ല, അടുത്ത തേങ്ങാപ്പാലില്ലേ? ഈ 1-ാം പാൽ 2-ാം പാൽ എന്നൊക്കെ ഉള്ള സാധനത്തിൽ ഇത് ഏതാ? ഇത് 2-ാം പാല്. 2-ാം പാലിൽ വേവിച്ചാണ്. അപ്പൊ ഇതിൽ കിടന്നാണ് ഇത് വേവേണ്ടത്. അപ്പൊ താറാവ് അങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്ന് വേവ് കൊതി വരുന്നുണ്ടോ? ആയിട്ട് കൊതി വരുന്നുണ്ടോ? അപ്പൊ ഇനി ഞാൻ ഫ്രീ ആവും. 2-ാം പാൽ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് മൂടി വെക്കാം. ഇളക്കിയിട്ടല്ലേ? ഇളക്കിയിട്ട് വെക്കുക. വെന്ത് വരട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് തീ കൂട്ടി കൊടുക്കാം അല്ലെ? അപ്പൊ നമ്മുടെ താറാവ് പപ്പാസ് 2-ാം പാലിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇനി ഇത്ര ഗാർണിഷ് ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ 1-ാം പാലിൽ സ്റ്റൈലൊക്കെ വേണ്ടില്ലേ അനിമേ? ഒരു സ്റ്റൈലിനൊക്കെ. നേരത്തെ ആനി പറഞ്ഞത് വളരെ എളുപ്പമാണെന്നൊക്കെ. ഭയങ്കര എളുപ്പമൊന്നുമല്ല, നല്ല പണിയുണ്ട്. ഈ തേങ്ങ ഇപ്പൊ പാലെടുക്കണ്ടേ പിഴിഞ്ഞ്? അപ്പൊ പണിയുണ്ട്. അതപ്പോ നമ്മൾ അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി. ആനയാണ് കുക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ തന്നെ പറയേണ്ട അവസ്ഥയാണ്. ഞാൻ പറയാം, കോൺസെൻട്രേഷൻ അവിടെയാണ്. അതുകൊണ്ടാണ്. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇനിയിപ്പോ തിളപ്പിക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ താറാവ് മപ്പാസ് ക്രിസ്മസ് സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് ആനിയുടെ വക. ഇനി നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, പാലപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പാലപ്പവും എന്തായാലും താറാവ് മപ്പാസ്. താറാവ് മപ്പാസ്. ചിനമോൾ എന്താ ചിനമോളെ ക്രിസ്മസിന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ക്രിസ്മസിന് പറഞ്ഞൊരു സ്പെഷ്യൽ ഇല്ല കേട്ടോ. നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ വലിയ ആഘോഷങ്ങളില്ല. ക്രിസ്തു എന്താന്ന് മനസ്സിലാക്കി അന്നോട്ടെ ക്രിസ്മസ് ആണ് ഞങ്ങളെ സംബന്ധിച്ച്. അന്നോട്ടെ ക്രിസ്മസ് ആഘോഷമാണ്, അത് ഡെയിലി ആഘോഷിക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ ഒരു പ്രധാന സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ ലോകരക്ഷിതാവായിട്ട് ക്രിസ്തു ജനിച്ചു എന്നല്ല വിൻസേച്ചി എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലെ. അപ്പം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ അല്ലെ ഒരു സന്ദേശമാണ് ക്രിസ്മസിലൂടെ. അത് ഇന്ന ഒരു മതത്തിന്റെ ഒന്നുമില്ല, എല്ലാവർക്കും ഉള്ള ഒരു ആഘോഷമാണ്. നമ്മൾ വർഷത്തിൽ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാലും എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അതെ ക്രിസ്മസ് ആഘോഷമുണ്ട്. അപ്പൊ ആനിയമ്മ ഉണ്ടല്ലോ, ആനിയമ്മ ഈ റിസ്ക് മറ്റേ എന്താണ് മപ്പാസിന്റെ റിസ്കിലെ സംസാരം വളരെ കുറവ്. ബിൻസി ചേച്ചി കേട്ടോ, ഞാനും ഷീനമോളും അല്ലെ സംസാരിക്കുന്നത്. ആവശ്യത്തിലധികം സംസാരിക്കുന്ന പോലെ എന്നോട് എല്ലാരും കുറച്ചേരം വായടച്ച് വെക്കാനാ പറയാറ്. അതെ, വീഡിയോസ് ഒന്നും ശരിയാ. അതെ, പിന്നെ ആനിമേനെ സംബന്ധിച്ച് അവൾക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു എന്താ പറയുക, അതിലോട്ട് അവള് മൊത്തം എഫർട്ട് എടുത്തിട്ട് ചെയ്യും. സൂപ്പർ സംഭവമായിരിക്കും അല്ലേ. ഇതേ പൂവുള്ള അപ്പൊ ഫ്ലവർ അപ്പം നോക്കട്ടെ, ശരിയായി കിട്ടോ നോക്കട്ടെ. അടിപൊളി. അല്ല, നിങ്ങൾ ഈ പരസ്പരം കണ്ടന്റ് ഒരു സന്തോഷം എനിക്ക് അത് കിട്ടിയിട്ടില്ല. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഇവര് എനിക്കറിയത്തില്ലായിരുന്നു ആദ്യമായിട്ട് ഇവര് ഒരുമിച്ച് കാണുന്നേന്നുള്ള എനിക്കറിയില്ല. ആരൊക്കെയോ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ ഞാൻ ആരെയും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ നേരത്തെ പരിചയമുള്ള ഒരു സെയിം കണ്ടന്റ് ചെയ്യുന്ന ആളുകളാണ്. സാധാരണ ഒരു ശത്രുതയൊക്കെ വരേണ്ടതാണല്ലോ. നിങ്ങൾ എങ്ങനെ കൂട്ടുകാരെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല.
കഴിഞ്ഞ നേരത്തെ കപ്പ കഴുകിയപ്പോ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ആനിയമ്മ കപ്പ കഴുകും, അത് കഴിയുമ്പോ ഷീനാമോള് കപ്പ കഴുകും, അത് കഴിയുമ്പോ ഞാൻ കപ്പ കഴുകും. അതൊരു വലിയ പ്രശ്നമാണ് ഞങ്ങളുടെ ഇടയിൽ. നമ്മൾ പരസ്പരം അറിയുന്നില്ലല്ലോ ഇന്ന അത് കണ്ടന്റ്. പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു സാധനം വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഷീനയുടെ വീഡിയോ സെയിം സാധനം ഈ കഴിഞ്ഞ പെട്ടെന്നുള്ളൊരു കഴിഞ്ഞ ദിവസം നനക്കിഴങ്ങിന്റെ നിന്നോട് ആരാണ് ഇപ്പൊ എടുത്തിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ പൊതുവെ സ്ത്രീകളെ വിരോധികൾ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇതിന് ഫുള്ള് ലേഡീസിന്റെ കമന്റ് ആയിരിക്കും അധികം സപ്പോർട്ട്. അതൊരു ഭയങ്കര അല്ലേ. നീ ഇത്രയൊക്കെ വർത്താനം പറഞ്ഞു. അപ്പൊ ഈ വീഡിയോ എടുക്കാനായിട്ട് എടുക്കുന്ന സമയമൊക്കെ നിങ്ങൾ എടുക്കും. ഞങ്ങളിപ്പോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഡെയിലി സാധനങ്ങൾ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ ഇത് ഒരു കണ്ടന്റ് തലേദിവസം തന്നെ നമ്മൾ തയ്യാറാക്കുവാണോ? അത് രാവിലെ എണീക്കുമ്പോ തോന്നുന്നത് ഇല്ല, നമുക്ക് അങ്ങനെയൊന്നും വിളിച്ചാലും ഞാൻ തോട്ടത്തിലാ, ചേട്ടായിക്ക് കാപ്പി കൊടുക്കാൻ പോവാ, ഇങ്ങനെയൊക്കെ പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ എപ്പോഴും തോട്ടത്തിലാണോ മൊത്തം സമയം? ഇല്ലില്ല, കാരണം മൊത്തം സമയം ചേട്ടായി തോട്ടത്തിലാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. അടുക്കളക്കാര്യം ചെയ്യണം, തോട്ടത്തിലെ കാര്യം ചെയ്യണം. പിന്നെ ഫാമിലി എല്ലാവർക്കും അറിയാം, എങ്കിലും നിങ്ങളെ അറിയാത്തവർക്കായിട്ട് ഫാമിലിയുടെ കാര്യം 3 പേരും ഒന്ന് പറഞ്ഞേ, നമുക്കൊന്ന് നിന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടില് ഹസ്ബൻഡ്, 2 പെൺമക്കള്, പിന്നെ ചേട്ടായിന്റെ അമ്മയുണ്ട്. പക്ഷെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാനും അമ്മയും. ചേട്ടായിന്റെ അമ്മയാണോന്ന് എല്ലാവർക്കും ഡൗട്ട് ആട്ടോ. അപ്പൊ പാവം ഒരമ്മയുണ്ട്. അപ്പൊ ഞങ്ങള് കുട്ടാപ്പിയുണ്ട്. കുട്ടാപ്പി മെയിൻ ആട്ടോ. കുട്ടാപ്പി മെയിൻ ആണ്. അവന് ഈ പറയുന്ന ഒരു ടാപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ വരും. അപ്പൊ അതൊരു കുട്ടാപ്പി മെയിൻ ആയിട്ട് കൂട്ടാട്ടോ നമുക്ക്. പിന്നെ എന്റെ വീട്ടിൽ പപ്പയും അമ്മയും ഒരു ചേട്ടനും ചേച്ചി, അവര് കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ടിരിക്കുന്ന ഒരു ഫാമിലി. അതെ അതെ. ആനിയുടെ വീട്ടിലോ? എന്റെ വീട്ടില് അച്ചാച്ച അമ്മയുണ്ട്, പിന്നെ അച്ചാച്ചായ അമ്മയൊക്കെ നമ്മള് കാണാറുണ്ട് വീഡിയോയിൽ. പിന്നെ ചേട്ടായും അത് ആനിയുടെ അല്ലേ? ആനിയുടെ അമ്മയച്ഛൻ. ചേട്ടായിന്റെ ചാച്ചനമ്മ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾക്ക് ചേട്ടനും ചേച്ചിയുണ്ട്, അവര് കാസർഗോഡ്. അടിപൊളി ഫാമിലി. ഹസ്ബൻഡിന്റെ ആൾക്കാര് എന്റെ നാട്ടുകാര്. ഓ ശരി ശരി ശരി. ഓക്കെ. എന്റെ പറയണ്ടായിരിക്കും. എന്താണെന്നറിയോ, എന്നെക്കാട്ടിലും കൂടുതൽ ഫാൻസ് ഉള്ളത് എന്റെ ചേട്ടായിയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര റീച്ചായിരിക്കും. അതുപോലെ തന്നെ മോള് എല്ലാവരും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മക്കളെയൊക്കെ എല്ലാവരും അവരവരുടെ സ്വന്തം മക്കളായിട്ട്. അതുകൊണ്ട് ബിൻസി ചേച്ചിയുടെ വീഡിയോയിൽ എല്ലാവരും ഇപ്പോഴും ജെയിംസ് ചേട്ടൻ പറയണ്ട കേട്ടോ, നമുക്ക് പോയി കണ്ടു. അതെ അതെ, ചേട്ടായി എനിക്ക് തോന്നുന്നു ഏകദേശം സെയിമാ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 3 പേരുടെ കെട്ടിയവന്മാരും ഏകദേശം ക്യാമറയിൽ അങ്ങനെ പാടാ, ബുദ്ധിമുട്ടാ. പിന്നെ നമ്മൾ വിളിച്ചു ജോലിക്ക് പോകുന്നുണ്ട്. അതാണ്. അപ്പൊ നമ്മുടെ അപ്പവും താറാവ് മപ്പാസും റെഡി ആയിട്ടുണ്ട്. പിന്നെ സൈഡ് ഡിഷ് ആയിട്ട് കപ്പയും. അപ്പൊ അടിപൊളി ക്രിസ്മസ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ശരിയാ, ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലേ. നമുക്ക് 3 കൂടി കാണണമെന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര അത് മാത്രമല്ല, അത് ന്യൂസ് 18 കൂടി ആയപ്പോ ഞങ്ങൾക്ക് ഒന്നും കൂടി സന്തോഷമായിരുന്നു നിങ്ങളുടെ ചാനലിൽ കൂടി. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളും കൂടെ ഉണ്ട്, 2 പേരും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും നേരം നിന്ന് സംസാരിക്കുന്നു, നമുക്ക് ഇതിന് വേണ്ടി ഇവിടുത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാനൊരു. അപ്പൊ രാഗൻ ചേച്ചിയും ഹസ്ബൻഡുമാണ്, ഇവരുടെ ഫോളോവേഴ്സ് ആണ്, ഇവരുടെ ഫാൻസ് ആണെന്ന് പറയാം. അത് ചോദിച്ചപാട് ബിൻസി ചേച്ചി വിളിച്ച് അന്വേഷിച്ച പാട് ഒരു മടിയില്ലാതെ തോട്ടമെങ്കിൽ തോട്ടം, വീടെങ്കിൽ വീട്, നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ രാഗൻ ചേച്ചിയെ മോഞ്ചേട്ടനെയും വിളിക്കുകയാണ് അല്ലെ. അവർക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. പിന്നെ നമുക്ക് സ്ഥലവും എല്ലാം. അപ്പൊ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരെയൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നല്ലോ. സോ വീട്ടിലോട്ട് വന്നു, അതാ മോളാണ്, മരുമകനാണ്. അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ട് ഞങ്ങളെ റിസീവ് ചെയ്ത് ഭയങ്കര സന്തോഷം. ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. ചേച്ചി എന്താണ് തോന്നുന്നത് ഇവരെ നേരിട്ടൊക്കെ കണ്ടപ്പോ? നേരിട്ട് ബിൻസിനെ എനിക്ക് കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് അറിയാം. ആദ്യമായിട്ട് ഞാൻ ബിൻസിയെ കാണുന്നത് എറണാകുളം മഹാരാജാസ് കോളേജില് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മീറ്റ് ഉണ്ടായിരുന്നു. അവിടെയാന്ന് തോന്നുന്നു ബിൻസി ജെയിംസിന് ഫസ്റ്റ് ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോ ബിൻസി ജെയിംസിന് ഒരു അവാർഡ് ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ അവിടെ ആ പ്രോഗ്രാമിന് വന്നത് കാണാൻ വേണ്ടി. അന്ന് തുടങ്ങി ഞാൻ ബിൻസിയുടെ ഫാൻസ് ആണ്. പിന്നെ ഇതിന്റെ വ്ലോഗ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, ഒത്തിരി ഇഷ്ടമാണ് രണ്ടുപേരും. ചേട്ടാ ഞങ്ങൾക്ക് ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു, ഞങ്ങളുടെ വീട്ടിലെ അംഗം പോലെ. നമുക്ക് വന്നിട്ട് ഒന്നൊരു ഫീൽ എന്താ ചേട്ടാ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇത്ര അകലേന്ന് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഫാമിലിയായാലും നിങ്ങൾ വന്നത് വളരെ സന്തോഷമുണ്ട്. ഇതിലൊക്കെ പങ്കെടുക്കാൻ സഹായിച്ചതിലും നിങ്ങളുടെ അവസരം കിട്ടിയതിലും വളരെ നന്ദി. ഞങ്ങള് നന്ദി അങ്ങോട്ട് നിങ്ങൾ വന്നു കിട്ടിയത് സന്തോഷം. അതെ. അപ്പം ക്രിസ്മസ് സ്പെഷ്യല് താറാവും മപ്പാസും അപ്പവും
കപ്പയും കേട്ടോ, ഒന്നിനൊരു കുറവ് വരുത്തില്ല. കപ്പ എവിടുന്നാ കിട്ടിയേ? ചേട്ടന്റെ കപ്പ നമ്മള് ചോടെ പറിച്ചു കൊണ്ടുവന്ന് പുഴുങ്ങിയ ഒരു പണിയേ ചെയ്തിട്ടുള്ളൂ. എന്തോ വേണേലും എടുക്കാൻ പറഞ്ഞെന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അവർക്ക് തന്നെ കൊടുക്കാം. അപ്പൊ ആനിയമ്മ തന്നെ വിളമ്പിക്കോളും. വിളമ്പിക്കും. എങ്ങനെയുണ്ട് താറാവ്? സൂപ്പറിന് പറഞ്ഞാൽ പോരാ. ആ മണം കേട്ടപ്പോ തന്നെ നമുക്ക് അതിന്റെ രുചിയും ടേസ്റ്റും കിട്ടിയായിരുന്നു. എങ്കിലും പറയുന്നേക്കാളും കൂടുതൽ രുചിയും ടേസ്റ്റും ഉണ്ട്. ഞങ്ങൾ കഴിക്കുവാണേ, ഞങ്ങളിവിടെ കഴിച്ചു നോക്കാം കേട്ടോ. കൊതി പിടിച്ചിട്ട് നിക്കാൻ വരാം. കേട്ടോ, അടിപൊളി അടിപൊളി. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിസ്മസ് ഇതുപോലെ ഗംഭീരമായിട്ട് നല്ല മസാല ക്രിസ്മസ് ആയിട്ട് കാരണം അത്ര സ്പൈസി ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഞങ്ങളുടെ ക്രിസ്മസ് അടിപൊളിയായി അല്ലേ? നമ്മുടെ ക്രിസ്മസ് അടിപൊളിയായി, നിങ്ങളുടെ ക്രിസ്മസ് ഇതുപോലെ ഗംഭീരമായിട്ട് നല്ലൊരു പുതുവത്സരവും നിങ്ങൾക്ക് വരട്ടെ. എല്ലാവർക്കും അടിപൊളിയായിട്ട് ആശംസ നേർന്നുകൊണ്ട് ഞങ്ങൾ പോവാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.